നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് സൗന്ദര്യവർദ്ധക ദന്ത ചികിത്സ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് എറണാകുളത്തെ നെച്ചുപ്പാടം ഡെൻ്റൽ ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡെൻ്റൽ സർജനായ ഡോക്ടർ തോമസ് നെച്ചുപ്പാടമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, നമുക്കറിയാം ഒരു ചിരി എന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. നമ്മൾ പലരും പറയാറുണ്ട്, അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിരി കണ്ടപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടം തോന്നിയില്ല എന്നുള്ളത്. അപ്പോൾ ചിരി എന്ന് പറയുന്നത് ഒരു സ്നേഹബന്ധത്തിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വികാരം മാത്രമാണ് യഥാർത്ഥത്തിൽ ചിരി എന്ന് പറയുന്നത്. ഒരു നല്ല ചിരിയുടെ ഉടമയാകുക എന്ന് പറയുന്നതും അതിലേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമുക്കറിയാം, ഒരുപാട് ആൾക്കാർ ചിരിക്കുമ്പോൾ അവർക്ക് സ്വയം വിഷമമാണ്. യഥാർത്ഥത്തിൽ ഞാൻ ചിരിക്കുമ്പോൾ മറ്റുള്ളവർ എൻ്റെ മോണ കാണുമോ, അല്ലെങ്കിൽ എൻ്റെ പല്ല് കണ്ടാൽ വികൃതമാണ് എന്ന് കണ്ട് പലരും നമുക്കറിയാം, നമ്മളൊരു കല്യാണത്തിനോ ഫംഗ്ഷനോ ഒക്കെ പോകുമ്പോൾ ഒരു വീഡിയോ ക്യാമറയായിട്ട് പോകുമ്പോൾ ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിരിക്കുന്ന കർച്ചീഫോ മറ്റോ ഒക്കെ എടുത്ത് വെച്ച് ഒന്ന് മറച്ച്, അല്ലെങ്കിൽ ചിരി കാണാത്ത രീതിയിൽ ചിരിക്കുമ്പം അടക്കി പിടിച്ച് ചിരിക്കുന്ന ഒരുപാട് പേരെ നമ്മുടെ സമൂഹത്തിലേക്ക് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ചിരി നമുക്ക് സ്വയം സൃഷ്ടിക്കപ്പെടാവുന്നതാണോ, അല്ലെങ്കിൽ ചിരിയുടെ പെർഫെക്ഷൻസ് നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുമോ? തീർച്ചയായും ചിരി അഭിലാഷ് പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും ഈ മറച്ചു പിടിച്ച് ചിരിക്കുന്നവരെല്ലാവരും തന്നെ അവർക്ക് ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അവരൊരിക്കലും ഒരു സോഷ്യൽ ഇത് ഇഷ്ടപ്പെടാത്തവരൊന്നുമല്ല. പക്ഷേ അവരുടെ പല്ലുകൾ വികൃതമായിരിക്കുകയോ അല്ലെങ്കിൽ കയറിയിരിക്കുകയോ അല്ലെങ്കിൽ പൊങ്ങിയിരിക്കുകയോ ചെയ്യുന്നതും അവർക്ക് സമയമില്ലാത്തത് പലപ്പോഴും ഞാൻ കാണുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം. ഒന്ന്, സമയമില്ലാത്തവർ. രണ്ട്, ഇത് എന്തെങ്കിലും കാരണം കൊണ്ട് ഇത് ചികിത്സിക്കാൻ സാധിക്കില്ല എന്നുള്ള ചില വിശ്വാസങ്ങളകത്ത് കയറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പലപ്പോഴും ട്രൈ ചെയ്തിട്ട് അത് ശരിയാവാത്തവർ. ഇങ്ങനെയുള്ളവരാണ് പലപ്പോഴും കാരണം അവർ കോൺഷ്യസ് ആണ്. അല്ലാത്തവർ ഇത് കണ്ട് അവർ ചിരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ സാധാരണ നമ്മൾ പഴയ ഫോട്ടോഗ്രാഫിയിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രായമായവരൊക്കെ പല്ലൊന്നും ഇല്ലാത്ത മോണ കാട്ടിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയല്ല, പലപ്പോഴും കോൺഷ്യസ് ആയവരാണ് ഇതുപോലെ പൊത്തിപ്പിടിച്ച് ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിപ്പോൾ വളരെയധികം കൂടിക്കഴിഞ്ഞു. കാരണം വെച്ചാൽ പ്രായം എന്ന് പറയുന്ന ഒരു ഘടകം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. കാരണം വെച്ചാൽ നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഒരു 80 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നവർ അനേകരായിട്ടുണ്ട്. എല്ലാവർക്കും 80 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 90 വയസ്സ് വരെ ഇരിക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും യുവാക്കളോ യുവതികളോ ആയിട്ടിരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളത് കൊണ്ടാണ് ഈ ചിരിക്കാൻ വിമുഖത കാണിക്കുന്നവർക്ക് കറക്റ്റ് ചെയ്യാനുള്ള വളരെ സാധ്യതകൾ ഇപ്പോൾ നമ്മുടെ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തപ്പോൾ എല്ലാം ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പോൾ മെഡിക്കൽ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്ത് പ്രായം കൂടുതലായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡെൻ്റൽ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തിട്ട് പ്രായമുള്ളവരുടെ ചിരി നന്നാക്കാനുമുള്ള ചികിത്സാ രീതികൾ വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ പ്രായത്തിൻ്റെ കാര്യം എടുത്ത് പറയുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമുക്കറിയാം പണ്ട് ഒരു 8ാം ക്ലാസ്സോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സോ ഒക്കെ ആകുമ്പോഴായിരിക്കും കുട്ടികൾ പല്ലിൽ കമ്പി ഇട്ടിട്ട് പോകുന്നത്. അതായത് മുമ്പോട്ട് തള്ളിയിരിക്കുന്ന പല്ല് അകത്തേക്ക് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി 1 വർഷമോ 6 മാസമോ അല്ലെങ്കിൽ 2 വർഷമോ ഒക്കെ ഉള്ള കാലാവധിക്കുള്ള പല്ലിൽ കമ്പി ഇട്ടിട്ട് അവർ പോകുന്നു. ഒരു +2നോ അല്ലെങ്കിൽ ഡിഗ്രി സമയമൊക്കെ ആകുന്ന സമയത്ത് ഇത് ഊരി മാറ്റിയിട്ട് ഒരു ഫിക്സഡ് കമ്പിയൊക്കെ ഇട്ട് അവരുടെ ചിരി കറക്റ്റാക്കുന്നു എന്നുള്ളതാണ് ഒരു സ്റ്റാൻഡേർഡ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ എപ്പോഴും ഒരു 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ, ഇനിയിപ്പം പല്ല് തള്ളിയിരിക്കുന്നത് നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കമ്പി ഇടണമായിരുന്നുണ്ടെങ്കിൽ പണ്ട് ഇടണമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ ജനങ്ങൾക്കിടയിലുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അത് നമുക്കൊരു പൊളിച്ച് അടുക്കേണ്ട സമയം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടോ സാർ? തീർച്ചയായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, പല്ല് കമ്പി ഇട്ടുകൊണ്ട് നടക്കുന്നത് ഈവൻ കുഞ്ഞു പിള്ളേർ പോലും വന്ന് ചോദിക്കുന്നത് ഇത് കാണാത്ത രീതിയിൽ പല്ല് കമ്പി ഇടാൻ. അങ്ങനെ നമുക്ക് സെറാമിക് ഓർത്തഡോണ്ടിക്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഇൻവിസലൈൻ അല്ലെങ്കിൽ ക്ലിയർ അലൈനേഴ്സ് എന്നുള്ള ഓപ്ഷൻസ് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും പല്ല് കമ്പി ഇടാം. കാരണം വെച്ചാൽ ഇത് സുതാര്യമായിട്ടൊരു പ്ലാസ്റ്റിക് അപ്ലയൻസ് ആണിത്. ആ സുതാര്യമായ പ്ലാസ്റ്റിക് അപ്ലയൻസ് വെച്ചുകൊണ്ട് നടക്കുന്നത് വേറെ ആരും അറിയുന്നില്ല. രണ്ട്, ഭക്ഷണം കഴിക്കുന്നതിന് യാതൊരു തടസ്സവും. പലപ്പോഴും ആളുകൾക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, അച്ചപ്പം, കുഴലപ്പം, ഉണ്ട, കടല, കപ്പലണ്ടി, ഉപ്പേരി, നെല്ലിക്ക, പേരയ്ക്ക, അങ്ങനെ എല്ല്, മുള്ളൊന്നും കടിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് വയ്ക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടിച്ച് വയ്ക്കുന്ന സാധനം ഇളകി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടാകും. അതേസമയം ക്ലിയർ അലൈനേഴ്സ് വന്നതോടുകൂടി അല്ലെങ്കിൽ ഇൻവിസലൈൻ വന്നതോടുകൂടി നമുക്ക് ഇത് ഊരി വെച്ചതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇനി ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഇത് ഇട്ടുകൊണ്ട് പോകണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആ ഒരു സമയത്തേക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ ചികിത്സയിലേക്ക് മാറിക്കഴിഞ്ഞു. നമുക്കൊക്കെ സാധാരണ ഒരു 50% ഓഫ് ദ ഓർത്തഡോണ്ടിക് പേഷ്യൻസ് ഹാവ് ഷിഫ്റ്റഡ് ഫ്രം ശരിക്കും ബ്രേസസ് വെച്ച് ഓർത്തഡോണ്ടിക്സ് ചെയ്യുന്നതിനേക്കാളും ഇതുണ്ട്. അതുകൂടാതെ ഈ മോണരോഗം പോലുള്ള ചികിത്സ എടുത്തവർ, പല്ലിൽ ക്രൗൺ ഇട്ട് വെച്ചിരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക്
ഈ മോണരോഗം ഉള്ളപ്പോൾ പല്ല് കമ്പിയിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഭക്ഷണമൊക്കെ പിന്നെയും പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്, മോണരോഗം വഷളാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ക്രൗൺ ഇട്ടിരിക്കുന്നവരിൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബ്രാക്കറ്റ് ഒട്ടിക്കുവാനുള്ള സാധ്യതകൾ കുറവായതുകൊണ്ട് ആ ഒട്ടിച്ച് വയ്ക്കുകയും അത് ഇളകി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ ക്ലിയർ അലൈനേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കും പല്ല് അതുകൊണ്ട് ഒരു പ്രായമായ ഒരാൾ പ്രത്യേകിച്ച് പല്ല് ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സോ അല്ലെങ്കിൽ ഇനി ഈവൻ 50, 60, 70 വയസ്സ് വരെയും നമുക്ക് പല്ലുകളിൽ ഇനി ക്രൗൺ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചില ചികിത്സകൾ ചെയ്തിട്ടുണ്ട്, കോമ്പോസിറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ പല്ലുകളെ കൃത്യമായിട്ട് നമുക്ക് പല്ല് കമ്പിയിടുന്നത് പോലെ തന്നെ നീക്കാം. എന്നാൽ മറ്റുള്ളവർ അറിയുകയില്ല. അല്ലെങ്കിൽ ഒരു 50 വയസ്സായ ആൾ പല്ല് കമ്പിയിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ആ ചെറിയ കുശിപ്പൊക്കെ കേൾക്കേണ്ടി വരും. ഇത് അവരറിയില്ല, പല്ല് നീങ്ങുന്നുണ്ടാവും. സുന്ദരിയും സുന്ദരനും ആവുകയും ചെയ്യാം, വേറെ ആരും അറിയില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരുപാട് ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ സീരിയൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, മോഡലിംഗ് രംഗത്തുള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം കണ്ട ചിരികളല്ല ഒരു പക്ഷേ ഒരു വർഷമോ രണ്ടാമത്തെ പടത്തിലോ മൂന്നാമത്തെ പടത്തിലോ ഒക്കെ കാണുമ്പോൾ അവരുടെ ചിരി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടാകും. ചില ആൾക്കാരുടെ അറിയാം, നമ്മൾ പല്ലെടുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 2 പല്ലുകൾ നീളം കൂടിയും അത് കഴിഞ്ഞതിന് ശേഷം നിരയായിട്ട് ബാക്കിലോട്ടും ഇരിക്കുന്ന രീതിയിലുള്ള പല്ലുകൾ കാണാം. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിലൊരു പുനഃസൃഷ്ടിക്കപ്പെടുന്ന പല്ലുകളാണോ, അല്ലെങ്കിൽ അത് ഓരോന്നിൻ്റെയും ഭംഗി എത്ര കാലമാകും എന്ന് നേരത്തെ കൂട്ടി കണ്ടെത്തുകയും അത്തരത്തിലേക്ക് പല്ലുകളെ നീക്കിക്കൊണ്ടുവരികയും ചെയ്യുന്നത് എത്രത്തോളം ഒരു സാധാരണ ഡെന്റിസ്ട്രിയിൽ നമുക്ക് സാധിക്കും? ഇപ്പോൾ തന്നെ എൻ്റെ ക്ലിനിക്കിൽ തന്നെ നമുക്കൊരു 3-4 പേര് ആക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലുണ്ട്. മിക്കവാറും അവരെല്ലാവരും സിനിമയിൽ ആക്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവരും അറിയപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷേ അവരത് പുറത്തേക്ക് പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കേണ്ട ആവശ്യമില്ല, ആരും അറിയുന്നില്ല. അവരുടെ ഫിലിമിൽ പോയി ഷൂട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇനി ഒരു ക്ലോസപ്പ് ഷോട്ട് എടുത്താൽ പോലും ആരും അറിയില്ല വയലിൽ ഒരു സാധനം ഇരിപ്പുണ്ടെന്ന്. ഇനി അഥവാ അതുപോലെ ക്ലോസ് ആണെങ്കിൽ തന്നെ ഇത് വേണമെങ്കിൽ ആ സമയത്തേക്കൊന്ന് ആ ഷൂട്ടിങ്ങിൻ്റെ സമയം ഒന്ന് ഊരി വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വ്യത്യാസമാണ്. ഒത്തിരി പേര് ഈ ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതി അന്വേഷിച്ച് വരുന്നുണ്ട്. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ 7 മാസം കൊണ്ടൊക്കെ ഗ്യാപ്പ് ഫുള്ളായിട്ട് അടഞ്ഞു പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പല്ല് പൊങ്ങിയതാണെങ്കിൽ 1 കൊല്ലം ഇട്ടെന്ന് പറഞ്ഞാൽ ആരും അറിയാൻ പോകുന്നില്ല. ഇനി ആ പല്ല് പലപ്പോഴും ഉണ്ടാകുന്ന പല്ല് പൊങ്ങിയ കേസുകളിൽ നമുക്ക് പല്ല് പറിക്കേണ്ട ഒരു ആവശ്യം വരാറുണ്ട്. 4 പല്ല് പറിച്ച് പല്ല് കമ്പിയിടുന്നതാണ് നമ്മുടെ സാധാരണ ചികിത്സ. അതുപോലെ തന്നെ ചിലപ്പോൾ ഇതിനകത്തും 4 പല്ല് പറിച്ച് ഈ ക്ലിയർ അലൈനർ അല്ലെങ്കിൽ ഇൻവിസലൈൻ നമുക്ക് ഉപയോഗിച്ച് പല്ല് താഴ്ത്താവുന്നതാണ്. എങ്കിലും അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പല്ല് പോയ സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് പല്ല് പോലെ ഒരു സാധനം ആ ക്ലിയർ അലൈനറിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ പുറത്തൊരാൾ അറിയണില്ല ഈ പല്ല് പോയിട്ടുണ്ടെന്നോ. അത് ചെറുതായി ആ പല്ലങ്ങ് ചെറുതായി വരും. അത് കഴിയുമ്പോൾ നമുക്ക് ആ ക്ലിയർ അലൈനർ വെച്ച് തന്നെ ഈ പല്ല് മുഴുവൻ. തീർച്ചയായിട്ടും അതിലേക്ക് പോകാൻ ഒരു ചെറിയ ഇടവേളയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഹാർഡ്ലോക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സൗന്ദര്യവർദ്ധ ദന്ത ചികിത്സയെക്കുറിച്ചാണ്. തോമസ് നെച്ചുപാടമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സർ, നമ്മളിപ്പോൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. ഒന്ന്, ഇത് പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണോ എന്നുള്ളതാണ് എല്ലാവരുടെയും ആദ്യത്തുള്ള കാര്യം. എനിക്ക് സൗന്ദര്യം കൂട്ടാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അത് വേദനിക്കുമെങ്കിൽ എനിക്ക് വേണ്ട. പലപ്പോഴും ഈ പ്ലാസ്റ്റിക് സർജൻസിൻ്റെ അടുത്തൊക്കെ പോയിട്ട് റൈനോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ മുഖത്തിനുള്ള ചില കേടുപാടുകളൊക്കെ മാറ്റുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പരാതി എന്ന് പറയുന്നത് ഒരു മുറിവുണ്ടാക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അത് ഹേർട്ട് ചെയ്യും എന്നുള്ളത്. അങ്ങനെ ഒരു വേദനിപ്പിച്ച് നമുക്ക് സൗന്ദര്യം കൂട്ടണ്ട എന്ന് വിചാരിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത്തരം സൗന്ദര്യവർദ്ധ ചികിത്സകൾ നമുക്ക് എപ്പോഴെങ്കിലും പെയിൻ അവർക്കൊരു പ്രശ്നമായിട്ട് വരാറുണ്ട്. ഈ പ്രത്യേകിച്ച് പല്ല് കമ്പിയിടുമ്പോഴാണ് ഈ പല്ലിൻ്റെ വേദന അല്ലെങ്കിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഗ്യാപ്പുള്ള കേസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കേസിനകത്ത് നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്ന കേസിൽ നിന്ന് ഇത് എത്താൻ വേണ്ടി 7 മാസം സമയം എടുത്തുള്ളൂ. ഇതിൽ പോലും വേദന ഒട്ടും തന്നെ വരാതിരിക്കാൻ വേണ്ടിയാണ് ക്ലിയർ അലൈനർ ഇട്ടിട്ടുണ്ടെന്ന് വേറെ ആരും അറിയില്ല. ഇതിനകത്ത് ആക്ച്വലി ഒരു ക്ലിയർ അലൈനർ അല്ലെങ്കിൽ ഒരു ഇംപ്ലാന്റ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ക്ലിയർ അലൈനർ എന്ന് പറഞ്ഞ ഒരു അലൈനർ അതങ്ങ് കയറ്റി വെച്ചിട്ടാണ് ഇത് പയ്യെ അടുത്തടുത്ത് വരുന്നത്. 7 മാസം സമയം കൊണ്ടാണ് സംഭവിച്ചത്. 14 അലൈനർ ഉപയോഗിച്ചിട്ടുണ്ട് ആ പേഷ്യൻ്റ്. അത് അങ്ങനെ നീക്കി ആ പല്ല് അടുത്തടുത്ത് വരുന്ന സമയത്ത് പോലും ഇത് ആവശ്യത്തിന് നമുക്ക് ഊരിയെടുക്കാൻ ബ്രഷ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് തന്നെ ഒന്ന് അതിൻ്റെ അകത്ത് ഭക്ഷണം ഇരുന്നുള്ള വേദന ഉണ്ടാവില്ല. 2, ഇത് ഈ കുത്തിക്കൊള്ളുന്ന പല്ല് കമ്പിയിടുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത് അവിടെ ഇവിടെ ഒരയുന്നു കുത്തിക്കൊള്ളുന്നു എന്നൊക്കെയാണ്. ഇത് ആ പേഷ്യൻറ്റിൽ തന്നെയുള്ള ഫേഷ്യൽ ചേഞ്ചസ് ആണ്. ആ പേഷ്യൻ്റ് ചിരിക്കാൻ വളരെ വിമുഖതയുള്ള ആളാണ്. ആ ആളെയാണ് ചിരിച്ച് കാണുന്നത്. അതിനകത്ത് ആ വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ആ ഗ്യാപ്സ് എല്ലാം അടയാൻ വേണ്ടി വെറും 7 മാസം സമയമാണ് എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇതൊരു 30-35 വയസ്സിന് മുകളിൽ ചെറിയ കൊച്ചായിരുന്നു. പക്ഷേ അത് വ്യത്യാസം വന്ന് ഇനിയിപ്പോൾ അടുത്തൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഇതിനേക്കാളും വ്യത്യാസം. കാരണം വെച്ചാൽ വളരെ ഷൈ ആയിരുന്നു.
ഇപ്പോൾ ആൾ നല്ല സ്മാർട്ടായത് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോവാണ് കൊച്ച്. അത്രയ്ക്ക് ഇമ്പാക്റ്റാണ് ഈ മുഖത്ത് വരുന്ന ചെറിയ ഗ്യാപ്പുള്ള അടച്ചെന്നുള്ളതാണ് ശരിക്കും അതിനകത്ത് സംഭവിച്ചത്. പല്ല് നീങ്ങി അടുത്തടുത്ത് വന്നു. ആ അടുത്ത് വന്നപ്പോഴത്തേക്കും ഉണ്ടാവുന്ന ചേഞ്ച് ഇതിനകത്ത് നോക്കിയാൽ തന്നെ കാണാം. ആ കൊച്ച് ചിരിക്കില്ലായിരുന്നു, അപ്പുറത്ത് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. മറ്റേത് എന്നെ കാണിക്കാൻ വേണ്ടി ആ പല്ല് കാണിച്ചിട്ടേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ആ വ്യത്യാസമാണ് നമുക്ക് കൊണ്ടുവരാൻ. ഒന്ന് മുഖത്ത് വന്ന് പല്ലിൻ്റെ അകത്ത് വന്ന വ്യത്യാസങ്ങൾ, പല്ലിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കയറാതിരിക്കുക, അതിനകത്തുള്ള ചെളി പിടിക്കുന്നത് കുറയും, സ്റ്റെയിൻ പിടിക്കുന്നതൊക്കെ കുറയും എന്നുള്ളത് അതിൻ്റെ തെറാപ്യൂട്ടിക് എഫക്റ്റ്. പക്ഷേ ആ സൗന്ദര്യ വ്യത്യാസം വന്നപ്പോൾ ആ കൊച്ചിൻ്റെ കോൺഫിഡൻസും കൂടുന്നതുണ്ടോ? പറഞ്ഞ ശരി. ആ വ്യത്യാസമാണ് നമ്മളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഈ പല്ലിൻ്റെ ചികിത്സ എന്നുള്ളത് സൗന്ദര്യവർദ്ധക ദന്ത ചികിത്സ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ആ സൗന്ദര്യം ഇമ്പ്രൂവ് ചെയ്യുന്നതിനോടുകൂടെ തന്നെ പേഴ്സണാലിറ്റിയിലുള്ള വരുന്ന ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ട്. അതിന് വേണ്ടുന്ന ഒരു ഉപാധി മാത്രമേ ഇതുള്ളൂ. അത് മാത്രമല്ല, ഇത് വേദന കൂടാതെയും അതിന് വേറെ ഇറിറ്റേഷൻ കൂടാതെയൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയാക്കി ഇത് ചെയ്യാനുള്ള ഒരു കാരണം. അതുകൊണ്ട് തന്നെ ആൾക്കാരിത് ചെയ്യുന്ന ആളുകൾ കൂടിയിട്ടുണ്ട്. രണ്ട്, ഇതിന് വേറൊരു കാരണം പല്ല് കമ്പി ഇടുമ്പോൾ നീങ്ങുന്നതെന്ന് വെച്ചാൽ ഒറ്റയടിക്കാണ് ആ ഫോഴ്സ് വരുന്നത്, ടൈറ്റാക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ. ഇതങ്ങനെയില്ല, ഇത് ഗ്രാജുവൽ മൂവ്മെൻറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി പ്ലാൻഡ്. ഇത് 3D പ്രിൻറ്റിങ് ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ പല്ലിന് വേണ്ടുന്ന ഓരോ ചികിത്സ, എത്രത്തോളം മൂവ് ചെയ്യണം, എത്ര ആംഗിളാണ്, എത്ര പ്രഷർ വേണം, ഇതെല്ലാം നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. മറ്റത് അങ്ങനെയല്ല, കമ്പി ഇടുമ്പോൾ ഒരു വശത്ത് നിന്ന് നീങ്ങി വരുമ്പോൾ ആ പല്ല് കൂടിപ്പോയി, അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും, പിന്നെ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇതങ്ങനെയല്ല, ഫുള്ളി പ്ലാൻഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പല്ലും നീങ്ങുന്നത് ഇതിനകത്ത് 3 സ്റ്റേജാണുള്ളത്. 3 പ്രത്യേകതകളാണുള്ളത്. ഇൻവിസലൈൻ എന്നുള്ളതിനകത്ത് ഒന്ന് സ്മാർട്ട് സ്റ്റേജിങ്, അഥവാ ഏത് പല്ല് ഏത് സമയത്ത് നീങ്ങണമെന്ന് പ്രീ പ്ലാൻഡാണ്. 2, സ്മാർട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പല്ല് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആ പല്ല് മാത്രം നീങ്ങുന്നതുകൊണ്ട് മറ്റു പല്ലുകൾ നീങ്ങാതിരിക്കുക. അഥവാ കൗണ്ടർ റിയാക്റ്റീവ് ആയിട്ടുള്ള പുറകിലുള്ള പല്ലുകൾ മുമ്പോട്ട് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊന്നും വരാതെ ആ ഒരു പല്ല് സ്ട്രോങ് ആണെങ്കിൽ ആ പല്ലിനെ മാത്രം നീക്കിക്കൊണ്ട് വരാനുള്ള സാധ്യത. 3, ഇതും അതുപോലെ തന്നെ വന്നതാണ്. ഫ്രണ്ടിലത്തെ സൈഡിൽ ഇത് നേരത്തെ പല്ല് കമ്പിയിട്ടൊരു കേസാണ്. ആ കേസ് തിരിച്ച് റിലാപ്സ് ചെയ്ത് പലരിലും കാണുന്നൊരു പ്രശ്നമാണ് പല്ല് പറിച്ച സ്ഥലം തിന്നിന് തുറന്നു പോകാൻ. ആ കേസ് നമ്മൾ കൃത്യമായിട്ട് അടുപ്പിച്ച് ആ പല്ലിനെ കൃത്യമായ നിരയിലേക്ക് കൊണ്ടുവന്നതാണ്. ഇങ്ങനെയുള്ള ചികിത്സ ചെയ്യുമ്പോഴാണെങ്കിൽ ആ സ്മാർട്ട് സ്റ്റേജിങ്ങിൻ്റെ ഗുണമാണ് കാണുന്നത്. സ്മാർട്ട് സ്റ്റേജ് ചെയ്ത് ആദ്യം ആ കനയിനെ മാത്രം നീക്കി അതിനുശേഷം ഈ പല്ലുകളെ എല്ലാം അടുപ്പിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ സ്റ്റേബിളായി. ഇപ്പോൾ നമ്മളിത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തോളമായി. അത് ചികിത്സ നമുക്ക് ഒരിക്കലും അത് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ആ ക്ലോസ് ചെയ്ത് നിർത്തിയതോടത്ത് നിൽക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ സ്മാർട്ട് സ്റ്റേജിങ് എന്നുള്ള ഇതുകൊണ്ടാണ്. 2, ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇറ്റ് ഈസ് കോൾഡ് എ സ്മാർട്ട് ട്രാക്ക്. ഈ 3 സ്മാർട്ട് വേർഡ്സാണ്. ഒന്ന് സ്മാർട്ട് ഫോഴ്സസ്, സ്മാർട്ട് സ്റ്റേജിങ് ആൻഡ് സ്മാർട്ട് ട്രാക്ക്. ആ സ്മാർട്ട് ട്രാക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. അത് ഒട്ടും ഇറിറ്റേഷൻ ഇല്ലാത്തതാണ്, ഒട്ടും വായിക്കകത്ത് ഈ പോളങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള സാധനമാണ്, വളരെ സ്മൂത്താണ്. അതുമാത്രമല്ല ഇത് 3D പ്രിൻറ്റിങ് കൊണ്ടുണ്ടാക്കുന്നതുകൊണ്ട് ആ ഓരോ പല്ലുകളിലും വളരെ സ്നഗ്ലി ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിനോട് അങ്ങ് ചേർന്ന് പിടിച്ച് നിൽക്കും. അതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പല്ല് ഇതിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് അടുത്ത് വന്ന് തൊട്ടൊക്കെ നോക്കിയാലേ അറിയുള്ളൂ ഇത് വെച്ചിട്ടുണ്ടോ. ഈവൻ ഞങ്ങൾ അലൈനർ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും പലപ്പോഴും. കാരണം അലൈനർ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ തന്നെ പറയണം അലൈനർ ഇട്ടിട്ടുണ്ടെന്ന്. ഇത് മോണ പൊങ്ങിയ കേസുകളാണ്. മോണ പൊങ്ങിയ കേസുകളിൽ പണ്ട് സർജറി മാത്രമായിരുന്നു ഇതിന്. ക്ലിയർ അലൈനേഴ്സ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോണ പൊങ്ങിയ കേസുകളിൽ പോലും പല്ലുകൾ താഴ്ത്തി ഈ കാണുന്ന ചേഞ്ച് നമുക്ക് വരുത്താൻ പറ്റും. അതുമാത്രമല്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കേസിനകത്ത് 2 പല്ലുകൾ സൈഡിൽ നിൽക്കുന്ന 2 പല്ലുകൾ ശരിക്കും പറഞ്ഞാൽ ചെറുതാണ്. അപ്പോൾ ആ പല്ലുകൾ ചെറുതായി നിൽക്കുന്ന ആ പല്ലുകളെ നമ്മൾ അതുപോലെ തന്നെ നീക്കുകയും അതിനുള്ള ഗ്യാപ്പ്, കാരണം ആ പല്ല് വലുതാക്കേണ്ടി വരും, അത് ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ആ പല്ല് വലുതാക്കണം. അപ്പോൾ ആ പല്ല് വലുതാക്കുവാനുള്ള ഗ്യാപ്പ് ഈ ട്രീറ്റ്മെൻറ്റും കൊണ്ട് തന്നെ നമുക്ക് വലുതാക്കുക. ആ 2 വശത്തും ഈ പല്ല് എവിടെ നിൽക്കണമെന്ന് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യും. ആ പ്ലാൻ ചെയ്ത് വരുമ്പോൾ കൃത്യമായി ഇതിന് എത്ര മില്ലിമീറ്റർ ഈ പല്ല് വലുതായാൽ ഭംഗിയാവുമെന്ന് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ട് അതനുസരിച്ച് പല്ലിനെ നീക്കി ആ പല്ലുകളെ വലുതാക്കിയത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാവുന്ന 2 ഫേഷ്യൽ പ്രൊഫൈലിൽ വരുന്ന വ്യത്യാസം. മുഖത്ത് നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലും മോണയും അടക്കം പുറകോട്ട് പോകുമ്പോഴത്തേക്കും ആ കൊച്ചിൻ്റെ മുഖത്ത് ഭയങ്കര വലിയ വ്യത്യാസങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ആ വ്യത്യാസങ്ങൾ വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ക്ലിയർ
അലൈനർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. ഈ കൊച്ചിനൊക്കെ കോളേജിലൊക്കെ വളരെ ഹൈ ലെവലിൽ വർക്ക് ചെയ്യുന്നതും പഠിക്കുന്നതുമായ കൊച്ചൊക്കെ, ആ കൊച്ചിനൊന്നും ഇത് റെഗുലറായിട്ട് പല്ല് കമ്പിയിട്ട് അവർക്ക് പ്രസൻറ്റേഷൻസ് ഉണ്ടാവും, അവർക്ക് പിന്നെ പലയിടത്തും യാത്ര ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. ഇവിടെ പല പ്രാവശ്യം ഡോക്ടറിൻ്റെ അടുക്ക കയറി ഇറങ്ങാനുള്ള സൗകര്യമില്ല. ഇവിടെ നാട്ടിലല്ല പഠിക്കുന്നത്, പുറത്താണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ചികിത്സ ചെയ്ത് പോകാനുള്ള സാധിക്കില്ല. അപ്പോൾ 3 മാസം അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ വരണമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഇത് ആകുമ്പോൾ വളരെ സ്മാർട്ട് സ്റ്റേജിങ് കാരണം കൃത്യമായിട്ട് നമുക്കറിയാം എത്ര മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഒരു 7 മാസം, ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞ് വന്ന് കണ്ടാൽ മതിയാവും. ആ സമയം വരെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ പോകാം. നമുക്കൊരു ചെറിയ ഇടവേള കൂടിയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഹർഡോക്ലിക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സൗന്ദര്യവർദ്ധക ചികിത്സയെക്കുറിച്ചാണ്. ഡോക്ടർ തോമസ് നെച്ചുപ്പാടമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സാർ, നമുക്കറിയാം, ഇപ്പോൾ സാർ നേരത്തെ പല്ല് കമ്പി ഇടുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ചിലർക്കാകട്ടെ ഫ്രണ്ടിലെ ഒരു പല്ലങ്ങോട്ട് പോടാവുക, അല്ലെങ്കിൽ ഫ്രണ്ടിലെ പല്ല് എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചിട്ട് അതിനൊരു മഞ്ഞ കളറാകുക, അതിനിപ്പം എന്ത് ചെയ്താലും അതിൻ്റെ കളറ് മാറാത്തൊരവസ്ഥ, ചിലർക്ക് അതൊരു പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ, ഇങ്ങനൊരു പല രീതിയിലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അല്ലെങ്കിൽ ചില പല്ലുകൾക്കാണെങ്കിൽ വളരെയധികം നീളം കൂടുതൽ, ഫ്രണ്ടിൽ നോക്കിയാൽ ചക്കപ്പല്ലെന്ന് പറയാറുള്ളത് തന്നെയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്? പല്ലുകളിലെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ആദ്യം കണ്ട ആ കേസിനകത്ത് പറഞ്ഞ പോലെ ചില പല്ലുകൾക്ക് നമുക്ക് ചില പല്ലുകൾ വീതി കൂടിയതായിരിക്കാം, ചില പല്ലുകൾ ചെറുതായിരിക്കാം. ഇങ്ങനെയുള്ള കേസിനകത്ത് ഏറ്റവും ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് വെനിയറിങ്, അല്ലെങ്കിൽ ഇത് ക്ലിയർ അലൈനർ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. ആ പല്ലുകളിലൊന്നും നമ്മൾ മുഴുവനായിട്ട് നമ്മൾ അടുപ്പിക്കുക. എന്നാൽ പോലും ആ പല്ലിൻ്റെ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴത്തെ പല്ലുകളിൽ ചില പല്ലുകളുടെ ഷേപ്പ് ശരിയല്ല. ആ ഷേപ്പ് ശരിയല്ലാതെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് അത് കറക്റ്റായിട്ട് വെനിയറിങ് എന്നുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതിന് പുറത്തൊരു ക്രൗൺ, അതായത് കവർ ഇടുക എന്ന് പറയുന്ന ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിലേക്കും കൂടെ എത്തിക്കാം. ഇനി ഇത്രയും സമയം, ഇപ്പോൾ ഞാൻ പറഞ്ഞു 7 മാസം സമയമെടുക്കാം അല്ലെങ്കിൽ 1 കൊല്ലം സമയമെടുക്കാം എന്ന് പറഞ്ഞാൽ, ആ സമയം ചിലവഴിക്കാൻ ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ക്രൗൺ ഇട്ടും അല്ലെങ്കിൽ ആ വെനിയർ ഇട്ടും നമുക്ക് ആ പല്ലുകളെ ചിലപ്പോൾ ഗ്യാപ്പ് അടയ്ക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പുകളാണെങ്കിൽ, ഇപ്പോൾ അലൈനേഴ്സ് ഇട്ട് നമുക്ക് ചെറിയ ഗ്യാപ്പ്, ഫ്രണ്ടിലത്തെ ഒരു ചെറിയ വിടവാണ്, അല്ലെങ്കിൽ അഭിലാഷ് പറഞ്ഞ പോലെ കേടുള്ള പല്ലുകളാണെങ്കിൽ ആ പല്ലുകളൊക്കെ നമുക്ക് കേടൊന്നെങ്കിൽ അടച്ചെടുക്കാം. ഇച്ചിരൂടെ വലിയ കേടുകളാണെങ്കിൽ അതിന് വെനിയേഴ്സ് അല്ലെങ്കിൽ ക്രൗൺ ഇട്ടിട്ട് ആ കേടുള്ള പല്ലുകളെ കൃത്യമായിട്ട് ഭംഗിയാക്കിയെടുക്കാം. വെനിയേഴ്സും ക്രൗൺസും ഇടുന്ന ട്രീറ്റ്മെൻറ്റ് അത് ഒരു പ്രായത്തിലുള്ളവർക്ക് വളരെ സൗകര്യം. കാരണം പ്രത്യേകിച്ച് ഒരു 50 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ ആ ക്ലിയർ അലൈനർ, ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് ആ സുതാര്യമായ പ്ലാസ്റ്റിക് സാധനം, ഇതിട്ടുകൊണ്ട് നടക്കുക എന്ന് പറയുന്ന സമയം കൂടുതലാണ്. അതിന് പകരം ഇതിനകത്ത് തന്നെ അല്ലെങ്കിൽ പുറമേ നിന്നോ വെനിയേഴ്സ് ഇട്ട് അതിനെ ആ കേടുള്ള ഭാഗം ശരിയാക്കിയതിന് ശേഷം ഈ അലൈനേഴ്സ് ഇട്ട് നമുക്ക് ആ പല്ലുകളെ നീക്കിക്കൊണ്ടു പോകാം. അലൈനേഴ്സ് ക്ലിയർ ആണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി കാണാം. അത് ഒട്ടും തന്നെ കാണില്ല. നമ്മൾ അതൊരു ഗ്രീൻ പ്രതലത്തോടും കയ്യിലൊക്കെ കാണിച്ചിട്ടാണ് അലൈനർ കാണുന്നത്. അത്രയും ക്ലിയറാണ്. നമ്മൾ പല്ലിലിട്ട് കഴിഞ്ഞാൽ അത് ഒട്ടും അറിയില്ല. പക്ഷേ പലപ്പോഴും കേടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അഭിലാഷ് പറഞ്ഞ പോലെ ഗ്യാപ്സ് ഒക്കെ ആണെങ്കിൽ, ചെറിയ ഗ്യാപ്സ് ആണെങ്കിൽ അലൈനേഴ്സിന് പോകുന്നതിന് പകരം അതിനെ കൃത്യമായിട്ട് നമുക്ക് ഗ്യാപ്പ് ഇട്ട് അടയ്ക്കാം. ഇപ്പോൾ കാണുന്നത് അലൈനേഴ്സാണ്, അത് മുകളിലത്തെയും താഴത്തെയും അലൈനേഴ്സാണ് കാണുന്നത്. അപ്പോൾ ആ സുതാര്യമായ സാധനം കൃത്യമായിട്ട് കാണാൻ വേണ്ടി വായിൽ വെച്ച് നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ പേഷ്യൻസിൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവാത്തതുപോലെ കയ്യിലെടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ അത് വളരെ സുതാര്യമാണ്, വളരെ ലൈറ്റാണ്, ഒട്ടും ഒരു റഫ് സർഫസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇറിറ്റേഷൻ അല്ലെങ്കിൽ വായ പൊട്ടുന്ന പ്രശ്നം, അതുപോലെ തന്നെ ബ്രഷ് ചെയ്യാനുള്ള സൗകര്യം, രാവിലെയും വൈകുന്നേരവും നമുക്ക് ബ്രഷ് ചെയ്യാൻ നേരത്ത് ഇത് ഊരിയിട്ട് ബ്രഷ് ചെയ്യാം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഊരി വയ്ക്കാം. അതിനുശേഷം വാ കഴുകി ഇതും കഴുകിയതിന് ശേഷമാണ് നമ്മളിത് വെച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ്, ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ്, വായയുടെ ശുചിയാക്കുന്നത് കൃത്യമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ഉപാധി കൂടിയാണ് ക്ലിയർ അലൈനേഴ്സ്. അതുകൊണ്ട് പ്രായഭേദമന്യേ ഏത് പ്രായത്തിലും, ഇപ്പോൾ മോണരോഗം ഉണ്ടായിരുന്ന കേസുകളിൽ പോലുമാണെങ്കിലും അതിനെ കൃത്യമായിട്ട് നമുക്ക് ക്ലിയർ അലൈനേഴ്സ് വെച്ച് തന്നെ ചെയ്യാം. ഇനി അഥവാ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രായമായവരിൽ നമുക്ക് കൃത്യമായിട്ട് ക്രൗൺസ് ഇട്ട് ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ താഴ്ത്താവുന്ന ട്രീറ്റ്മെൻറ്റ്സുകളുണ്ട്. തീർച്ചയായിട്ടും. ഈ ഫ്രണ്ടിലെ പല്ലുകൾക്കൊക്കെ നീളക്കുറവ് ഉള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നീള കൂടുതൽ വേണ്ടി വരുന്ന ആൾക്കാരുള്ള, ഇവർക്ക് നമുക്ക് എന്താണ് നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും? ഫ്രണ്ടിലെ പല്ലുകളിലെ നീളക്കുറവുകൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നെങ്കിൽ കോമ്പോസിറ്റ് വെനിയേഴ്സ് അഥവാ
ഒരു അരമണിക്കൂർ നേരത്തെ പ്രൊസീജിയറാണ് കോമ്പോസിറ്റ് വെനിയേഴ്സ്. നാനോ സെറാമിക് വെനിയേഴ്സ് എന്ന് പറയുന്ന ചെറിയതായി നമ്മൾ ക്ലിനിക്കിൽ തന്നെ വെച്ചുണ്ടാക്കിയെടുക്കുന്ന വെനിയേഴ്സിനെ നമുക്ക് ആ പല്ലിൻ്റെ നീളം കുറവിന് ശരിയാക്കാം. ഇനി നീളം കൂടുതലാണെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള പല്ലുകളാണ് ഇതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം വെച്ചാൽ അടുത്തുള്ള പല്ലുകൾക്കാണ് നീളം കൂടുതലാണോ കുറവാണോ എന്ന് ആദ്യം ഡോക്ടർ തന്നെ തീരുമാനിക്കണം. ചിലപ്പോൾ സെൻട്രൽ ഇൻസൈസർ അഥവാ ഫ്രണ്ടിലത്തെ ഏറ്റവും മുമ്പിലത്തെ പല്ലായിരിക്കും ചിലപ്പോൾ നീളം കൂടി നിൽക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പല്ലിൻ്റെ നീളം കുറവായിരിക്കും ഇതിന് നീളം കൂടുതലായിട്ട് തോന്നും. അപ്പോൾ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. അത് അനലൈസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ അഥവാ നമ്മുടെ മുഖം നേരെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനോട് എങ്ങനെയാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് കൂട്ടി വരുമ്പോഴത്തേക്ക് ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് ഫോട്ടോഗ്രാഫിയിലൂടെയും കമ്പ്യൂട്ടർ അനാലിസിസിലൂടെയും കൃത്യമായിട്ട് ഏത് പല്ലിന് ഭംഗി കൂട്ടാൻ, ഏത് പല്ലിനാണ് നീളം കൂട്ടേണ്ടത്, ചില പല്ലിന് നീളം കുറയ്ക്കണോ, ഇതെല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ കോമ്പോസിറ്റ് വെനിയേഴ്സ് നാനോ സെറാമിക് വെനിയേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ ലൂമിനിയേഴ്സ് എന്ന് പറയുന്ന സെറാമിക് വെച്ച് തന്നെ ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ തിന്നായിട്ടുള്ള സാധനങ്ങളുണ്ട്. അതും അല്ലെങ്കിൽ വെനിയേഴ്സ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇതല്ല ചില പല്ലുകൾക്ക് സ്ട്രെങ്ത്തും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രൗൺസ് എന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് തന്നെ സെറാമിക്കിൽ തന്നെ പല വേർഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാക്സ് വെനിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സിർക്കോണിയം വെനിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സിർക്കോണിയം ക്രൗൺസ് ഉണ്ട്. ഇതെല്ലാം ചിന്തിക്കേണ്ടത് എത്രത്തോളം അതിൻ്റെ ഡിഫറൻസ് വരുത്തണം, അതിനനുസരിച്ച് എത്ര സ്ട്രെങ്ത്ത് വേണം, അല്ലെങ്കിൽ എത്ര നീളം കൂട്ടണമെന്നെല്ലാം കമ്പ്യൂട്ടർ അനാലിസിസിലൂടെ കണ്ടുപിടിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഭംഗി വരുത്തുന്ന ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സൗന്ദര്യം എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ ചിരി എത്രത്തോളം ബെറ്റർ ആക്കാം എന്നുള്ളതിനെക്കുറിച്ച്, പ്രായഭേദമന്യേ ചിരി എത്രത്തോളം ബെറ്റർ ആക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു തന്നതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello doctor@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.